സിനിമാ നയരൂപീകരണത്തിന് വേണ്ടി സർക്കാർ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് സിനിമാ കോൺക്ലേവ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിനിടെ സിനിമാ നയത്തിന്റെ കരട് നയരേഖ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ഇതാണ് കരട് നയരേഖ. ഇതനുസരിച്ചായിരിക്കും സിനിമാ രംഗത്തെ നയരൂപീകരണം സർക്കാർ നടത്താൻ പോകുന്നത്. സിനിമാ മേഖലയിൽ ശക്തമായ നിയന്ത്രണ സംവിധാനം ഉണ്ടാകണമെന്നാണ് കരട് രേഖ ശുപാർശ ചെയ്യുന്നത്. നയം നടപ്പാക്കാൻ നിയമനിർമ്മാണം വേണം. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതാക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. വിവേചനം, ലൈംഗികാതിക്രമം, അധികാര കേന്ദ്രീകരണം എന്നിവ നിരോധിക്കണമെന്നും കരട് നയരേഖയിൽ പറയുന്നുണ്ട്. സിനിമാ സെറ്റുകളിൽ പോഷ് നിയമം നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, സിനിമാ നയരൂപീകരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. വിവിധ തലങ്ങളിലുള്ള ചർച്ചയാണ് ഇപ്പോൾ കോൺക്ലേവിൽ നടക്കുന്നത്. എന്താണ് ഈ കരട് നയരേഖയിൽ പറയുന്നത്? മനുഷ്യ മലയാളികൾ ഏറ്റവും അധികം ആരാധനയോടുകൂടിയും ഏറ്റവും ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി സിനിമാ മേഖല ചർച്ചയിൽ നിറയുന്നത് പലപ്പോഴും തെറ്റായ കാര്യങ്ങളുടെ പേരിലാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മോശം പ്രവണതകളുടെ പേരിലാണ്. അത് പൂർണ്ണമായും തടയുക ലക്ഷ്യമിട്ട ഒരു നയമാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയാണ് ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായൺ തമ്പി ലോഞ്ചിൽ നടക്കുന്നത്. അവിടെ സിനിമാ കോൺക്ലേവ് നടക്കുമ്പോൾ കരട് സിനിമാ നയം അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നയത്തിലാണ് പ്രധാനപ്പെട്ട ശുപാർശകൾ. നയത്തിലെ ശുപാർശകൾ നടപ്പാക്കാൻ നിയമനിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ നിയന്ത്രണ സംവിധാനം വേണം സിനിമാ മേഖല എല്ലാ പ്രവർത്തനങ്ങൾക്കും. അതിനുവേണ്ടിയിട്ട് കേരള ഫിലിം ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിക്കണമെന്നാണ് കരട് നയത്തിലെ ശുപാർശ. വിവേചനം, ലൈംഗികാതിക്രമം, അധികാര വികേന്ദ്രീകരണം, അധികാര ശ്രേണികൾ, സിനിമയിൽ വലിയ അധികാര ശ്രേണികളുണ്ട്. പലപ്പോഴും ലിംഗവിവേചനം നേരിടുന്നുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കണം. അധികാര ശ്രേണികളുടെ അധികാര പ്രവണതകൾ അവസാനിപ്പിക്കണം. അധികാര രൂപങ്ങളുടെ അമിത പ്രയോഗം അവസാനിപ്പിക്കണം. എല്ലാ സംഘടനകൾക്കുമായി ഏകീകൃത പെരുമാറ്റച്ചട്ടം വേണമെന്ന് കരട് ശുപാർശ ചെയ്യുന്നു. പ്രൊഡക്ഷൻ കേന്ദ്രങ്ങൾ, സിനിമാ സെറ്റുകളിലും പ്രൊഡക്ഷന്റെ മറ്റു മേഖലകളിലും സുരക്ഷയും തുല്യതയും ഉറപ്പാക്കാൻ സേഫ്റ്റി ഇക്വിറ്റി ഓഫീസർമാരെ നിയമിക്കണമെന്ന് നയം പറയുന്നു. ലിംഗാടിസ്ഥാനത്തിൽ സെറ്റുകളിൽ ശുചിമുറികൾ വേണം, വിശ്രമമുറികൾ ഉറപ്പാക്കും. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളിലുമൊക്കെ ഏറ്റവും ഉയർന്നു കേട്ടത് ശുചിമുറിയിൽ പോകാൻ പോലും സൌകര്യമില്ലാതെ മലയാള സിനിമ മേഖലയിലെ പ്രധാനികൾ പോലും ബുദ്ധിമുട്ടിയ സംഭവങ്ങൾ വന്നതാണ്. അതുകൊണ്ട് അവ ഉറപ്പാക്കാൻ ഇതിൽ നിർദ്ദേശമുണ്ട്. പുരുഷാധിപത്യ മേഖലകളിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പങ്കാളിത്തം വർദ്ധിപ്പിക്കണം. സിനിമാ സെറ്റുകളിൽ പോഷ് നിയമം നടപ്പാക്കുമെന്ന് പറയുമ്പോഴും ശരിയായി നടപ്പാക്കണമെന്നാണ് ഈ സമിതി കരട് ശുപാർശ ചെയ്യുന്നത്. ഇന്റേണൽ കംപ്ലയിന്റ് അതോറിറ്റി സംവിധാനങ്ങൾ ശക്തമായി തന്നെ നേരാവണ്ണം നടപ്പാക്കണം. കാസ്റ്റിംഗ് കൗച്ച്, സിനിമയിലെ ഏറ്റവും മോശം പ്രവണത, അതിലെ ഒരു കറുത്ത ഏടായി തന്നെ വിശേഷിപ്പിക്കാവുന്നത് കാസ്റ്റിംഗ് കൗച്ചുകളാണ്. കാസ്റ്റിംഗ് കൗച്ച് എന്ന സംവിധാനം തന്നെ ഇല്ലാതാക്കണമെന്ന് നയരേഖ പറയുന്നു. പുതുമുഖങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസാനിപ്പിക്കണം. അത്തരത്തിൽ കുറ്റക്കാരായവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് അവരെ പുറത്താക്കണം. പിന്നീട് ഒരിക്കലും സിനിമാ മേഖലയുമായി അടുക്കാൻ കഴിയാത്ത തരത്തിൽ അവരെ മാറ്റി നിർത്തണമെന്നാണ് ഇതിൽ പറയുന്നത്. പ്രൊഫഷണൽ കാസ്റ്റിംഗ് ഡയറക്ടർമാർ വേണം. കാസ്റ്റിംഗ് കൗച്ച് തടയാനായി പ്രൊഫഷണൽ കാസ്റ്റിംഗ് ഡയറക്ടർമാർ വേണം. അത് സ്റ്റുഡിയോയിലും ഓഡിഷനിലുമൊക്കെ അത്തരത്തിൽ പുറത്തുനിന്നുള്ള ആളുകൾ, അതായത് സിനിമാ മേഖലയെ ബന്ധമില്ലാത്ത ആളുകൾ രണ്ടുപേരുടെ സാന്നിധ്യം കൂടി ഈ ഓഡിഷനിലും അതുപോലെ സ്റ്റുഡിയോയിലുമൊക്കെ ഉറപ്പാക്കണമെന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു ശുപാർശ. കാസ്റ്റിംഗ് കോച്ച് പരാതികൾ പറയാൻ രഹസ്യ സംവിധാനം വേണം. പലപ്പോഴും പരാതി പറയുകയും പരാതി പറയുന്ന ഇരകൾ പിന്നീട് പൊതുമധ്യത്തിൽ വലിച്ചെടുക്കപ്പെടുകയും അവമാനിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയുണ്ട്. അത് അവസാനിപ്പിക്കാൻ അവിടെ സ്വകാര്യത അവരുടെ ഉറപ്പാക്കണം. പുതുമുഖങ്ങൾക്ക് അവസരമൊരുക്കാൻ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ വേണം. അത് പ്രൊഫഷണലുകളുമായി പുതുമുഖങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ അവസരമൊരുക്കുമെന്നാണ് രേഖ പറയുന്നത്. തുറന്നു പറയുന്നവരെ സംരക്ഷിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പരാതി പറയുന്നവർ പിന്നീട് ഈ പ്രമുഖരുടെ കണ്ണിലെ കരടായി മാറാറുണ്ട്. അത് അവസാനിപ്പിക്കണം. അവരെ ഒറ്റപ്പെടാൻ അനുവദിക്കരുത്. അവർക്ക് പൂർണ്ണ പിന്തുണ നൽകണം. പ്രതികാര നടപടികൾക്ക് നേരിടാൻ നിയമസഹായവും പിന്തുണയും ഉറപ്പാക്കണം. ഓൺലൈൻ ആക്രമണങ്ങൾ തടയാൻ, സൈബർ ബുള്ളിയിങ് തടയാൻ ടാസ്ക് ഫോഴ്സ് വേണം. പ്രതികരിക്കുന്നവരെ അല്ല ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്, അവരെ അങ്ങനെ എത്തിച്ചവരെയാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. സിനിമാ മേഖലയുടെ മുന്നേറ്റത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും ലിംഗസമത്വത്തിനുമൊക്കെ ഈ ഒരു നിർദ്ദേശങ്ങൾ നടപ്പാക്കണം. ഇതിനുവേണ്ടിയാണ് ഈ ഒരു സിനിമാ നയം തന്നെ രൂപീകരിക്കുന്നതാണ് ഇതിനകത്ത് ആരും ഇതിനെ എതിർക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു പൊതു ചർച്ചയ്ക്കും കൂടി ഇത് വിധേയമാക്കുമല്ലോ. മറ്റൊരു കാര്യം കൂടി, ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് 2 മാസമാണ്. കോൺക്ലേവ് നടത്തിയതിനു ശേഷം 2 മാസത്തിനുള്ളിൽ നയം രൂപീകരിക്കും എന്നാണ്. അത് തന്നെയല്ലേ ഇപ്പോഴത്തെ ലക്ഷ്യവും?
തീർച്ചയായിട്ടും ഇത് കരട് മാത്രമാണ്. ഇത് വിവിധ സിനിമാ സംഘടനകളുമായി, അത് WCC അടക്കമുള്ള സിനിമാ മേഖലയിലെ സംഘടനകളുമായും അതിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുമായും ഒക്കെ സിനിമാ നയരൂപീകരണ സമിതി, സർക്കാർ രൂപീകരിച്ച നയരൂപീകരണ സമിതി ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾ ലഭിച്ച അവിടെ നിന്നുണ്ടായ നിർദ്ദേശങ്ങളാണ് ഈ കരട് നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായി നടക്കുന്ന വിവിധ സെഷനുകളിൽ ഉയർന്നു വരുന്ന ഈ തൊഴിൽ മേഖല പ്രത്യേക പ്രശ്നങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ക്രോഡീകരിച്ചാകും ഒരു സിനിമാ നയം സംസ്ഥാനത്ത് രൂപീകരിക്കുക. അതിന് നിയമപരിരക്ഷ നൽകാൻ നിയമനിർമ്മാണവും സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വളരെ വേഗത്തിൽ നടപ്പാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. മഞ്ജു ചോദിച്ചതുപോലെ വലിയ കാലതാമസം ഇതിനുണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം തന്നെ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. എത്രയും വേഗം നടപ്പാക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. ശരി അരുൺ, ന്യൂസ് 8 ഈ കരട് നയരേഖ പുറത്തുവിടുന്നത്. സിനിമാ നയം സർക്കാർ രൂപീകരിക്കുകയാണ്. അതിന്റെ കരട് നയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് കോൺക്ലേവ് നടക്കുന്നുണ്ട്. ആ കോൺക്ലേവിൽ വിശദമായി ഈ പേപ്പർ പ്രസന്റേഷനുകളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുകയാണ്.